ഇതുണ്ട് അതിൻ്റെ താഴോട്ട് വീഴുന്നുണ്ട് നിങ്ങൾ നൂല് പോലെയായിട്ട്. ഇങ്ങനെയാണ്. ദോഷമുള്ള ഒന്നും ഇതിൽ ചേർക്കുന്നില്ല. മഞ്ഞളിൻ്റെ പൊടിയും അതേപോലെ തന്നെ ഉപ്പും വെള്ളത്തിൽ ചേർത്തിട്ടാണ് ഇത് കുഴച്ചെടുക്കുക, മിക്സാക്കി എടുക്കുന്നത്. അടിപൊളി, നല്ല സ്മെല്ലുണ്ട് കേട്ടോ. ഒന്ന് ശ്രദ്ധിക്കണേ, ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് പുതുതായി എന്ത് സംരംഭം തുടങ്ങാം എന്നതിനെ കുറിച്ചിട്ടാണ്. ROVER യൂട്യൂബ് ചാനൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് ചെറുതും വലുതുമായ ഒത്തിരി സംരംഭങ്ങളുടെ വീഡിയോകളാണ് കേട്ടോ. ഇപ്പോഴും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണേ. അതേപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ഇനാബിൾ ചെയ്ത് വെച്ചേക്കുക. മാക്സിമം ആളുകളിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കാനും കൂടി സഹായിക്കണേ. നമസ്കാരം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു പ്രശസ്തമായിട്ടുള്ള ഒരു മിക്സ്ചറിൻ്റെ കമ്പനിയിലാണ് കേട്ടോ. പയ്യോളി മിക്സറിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവല്ലോ, മിക്ക ആളുകളും കേട്ടതായിരിക്കും. പയ്യോളി മിക്സർ ഒരു പ്രശസ്തമായിട്ടുള്ള ഒരു മിക്സർ തന്നെയാണത്. സൂപ്പർ ടേസ്റ്റാണ് അതിന്. ആ മിക്സറിൻ്റെ ആ ഒരു യൂണിറ്റിലാണ് ഞാനിപ്പോൾ വന്നിട്ടുള്ളത്. നീരജാസ് ഫുഡ് പ്രോഡക്ട്സ് എന്നാണ് ഈ ഒരു കമ്പനി അറിയപ്പെടുന്നത്. പയ്യോളി മിക്സർ എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് എല്ലാവർക്കും മനസ്സിലാവുള്ളൂ. ഇവരുടെ ഒരു യൂണിറ്റ് ഇവിടെയാണ് ഇവരുടെ ഈ യൂണിറ്റ് നടക്കുന്നത്. വലിയവെളിച്ചത്ത് തന്നെയാണ് കേട്ടോ. വലിയവെളിച്ചത്ത് KSIDC ഇൻഡസ്ട്രിയൽ ഏരിയയിലാണ് ഇവരുടെ ഈ ഒരു യൂണിറ്റ് ഉള്ളത്. ഇത് കൂടാതെ ഇവർക്ക് വയനാട്ടിലുണ്ട് 2-3 യൂണിറ്റൊക്കെ ഉണ്ട് ഇവർക്ക്. നമുക്കൊരു കാര്യം ചെയ്യും, ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നത്, എന്തൊക്കെ കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുള്ള കാര്യത്തിലേക്ക് നമുക്ക് കിടക്കാം. നേരെ വീഡിയോയിലേക്ക് പോവാം. ഇതിപ്പോൾ നടക്കുന്ന ആദ്യത്തെ പ്രോസസ്സാണ് കേട്ടോ. ഇത് നമ്മൾ പൊടി മിക്സാക്കുക, അതായത് കടലപ്പൊടിയും അതേപോലെ തന്നെ കപ്പപ്പൊടിയും മിക്സാക്കിയിട്ട് അതിലേക്ക് വേറെ മിക്സിംഗ് ഒന്നും ഇല്ല. ഇവർ ദോഷമുള്ള ഒന്നും ഇതിൽ ചേർക്കുന്നില്ല. മഞ്ഞളിൻ്റെ പൊടിയും അതേപോലെ തന്നെ ഉപ്പും വെള്ളത്തിൽ ചേർത്തിട്ടാണ് ഇത് കുഴച്ചെടുക്കുക, മിക്സാക്കി എടുക്കുന്നത്. വേറെ നമുക്ക് ശരീരത്തിൽ ദോഷമുള്ള വേറെ പ്രയാസമുള്ള കാര്യങ്ങളൊന്നും ഇതിൽ ചേർക്കുന്നില്ല. വളരെ ശ്രദ്ധയോട് കൂടിയിട്ടാണ് പയ്യോളി മിക്സർ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതിന് ശേഷം ഇനി എന്താ നടക്കുന്ന കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, കുഴച്ചു വെച്ച മാവ് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് എടുത്തിട്ട് ഇനി ഇത് കണ്ടോ നിങ്ങൾ, ഇതാണ് ഇനി ഇവിടെ നടക്കാൻ പോകുന്നത്. ഇതിനെ മൊത്തത്തിൽ അങ്ങോട്ട് നമ്മൾ ആ ഒരു മിക്സറിൻ്റെ ആ ഒരു ഷേപ്പില്ലേ, ആ ഷേപ്പിലേക്ക് മാറ്റിയെടുക്കാൻ വേണ്ടിയുള്ള പരിപാടിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് കണ്ടോ അതിൻ്റെ താഴോട്ട് വീഴുന്നുണ്ട് നിങ്ങൾ നൂല് പോലെയായിട്ട്. ഇങ്ങനെയാണ് ആ മിക്സറിൻ്റെ ആ ഒരു ലെയറാക്കിയിട്ട് അതിനെടുക്കുന്നത്. ആഹാ, നല്ല ഭംഗിയുണ്ട് കാണാൻ. എന്നിട്ട് ഇതിന് ഇവിടുന്ന് വറുത്ത് കോരി എടുക്കണം. വറുത്ത് കോരി എടുത്തതിന് ശേഷം ഉള്ള കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം. നമ്മുടെ ചേച്ചി ഇവിടുന്ന് അതിനെ മൊത്തത്തിലൊന്ന് വറുത്തെടുക്കുന്നുണ്ട് എണ്ണയിൽ നിന്ന്. ഇത് ഒരടുപ്പ് മാത്രമല്ല കേട്ടോ, അതിനപ്പുറം വേറൊരു അടുപ്പും കൂടിയുണ്ട്. നല്ല വൃത്തിയായിട്ടാണ് ഇവരിവിടെ ഈ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തെടുക്കുന്നത് കേട്ടോ. വളരെ നല്ല വൃത്തിയായിട്ട് തന്നെ കൈകാര്യം ചെയ്യുന്നുണ്ട്. എല്ലാവരും മാസ്കൊക്കെ ധരിച്ചിട്ടുണ്ട്. ഇവിടെ കറിവേപ്പില വറുത്തെടുക്കുകയാണ്. കറിവേപ്പില വറുത്തെടുക്കണം. അതേപോലെ തന്നെ ഇതും നമ്മളെ കടലയും വറുത്തെടുക്കണം. അതിൻ്റെ പരിപാടിയാണ് ഇവിടെ നടക്കുന്നത്. അടിപൊളി, നല്ല സ്മെല്ലുണ്ട് കേട്ടോ കറിവേപ്പിലയുടെ. അതാ തിളച്ച എണ്ണയിലേക്ക് ഇടുമ്പോഴുള്ള ഒരു സ്മെല്ലുണ്ടല്ലോ, നല്ല സുഖമുണ്ട്. പേരെങ്ങനെയാ? പേര് വിഷ്ണു. ആഹാ, വിഷ്ണുവാണ് ഇതിൻ്റെ ഈ പരിപാടിയൊക്കെ ഇവിടെ ചെയ്യുന്നത്. കുറേ ആൾക്കാരുണ്ട് കേട്ടോ ഇവിടെ. ഒത്തിരി ആൾക്കാർ ഈ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. സൗണ്ട് ഉണ്ടാവും, നല്ല സൗണ്ട് ഉണ്ട്. എന്നാലും ഉള്ള സൗണ്ടിൽ ഞാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾക്കത് കേൾക്കുന്നുണ്ടാവും ഞാൻ വിചാരിക്കുന്നത്. അതിനെ വറുത്ത് കോരി എടുക്കുക. അതേപോലെ തന്നെ പിന്നെ കടലയും ഇതേപോലെ തന്നെ വറുത്ത് കോരി എടുക്കണം. പച്ചക്കടല ഉണ്ടല്ലോ, പച്ചക്കടല വറുത്തെടുക്കുക ചെയ്യുന്നത്. അത് വറുത്തെടുത്തതിന് ശേഷം ഇതെല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്യാണ് ചെയ്യുക. ഞാൻ ഇത് കാണിച്ചു തന്നല്ലോ നിങ്ങൾക്ക്, ഈ കറിവേപ്പില വറുത്തെടുക്കുന്നത്. അതേപോലെ തന്നെ പച്ചക്കടലയും വറുത്ത് ഇതേപോലെ അടിപൊളിയായിട്ട് വറുത്തെടുത്ത് നല്ല സൂപ്പർ കടലയാക്കി മാറ്റി അതിന് ശേഷം ആ വറുത്തതും എല്ലാം കൂടി ഒന്നിച്ചിട്ട് മിക്സാക്കുന്ന പരിപാടിയാണ് ഇനി അടുത്തത് നമ്മൾ കാണാൻ പോകുന്നത്. അതവിടെ നിന്ന് മിക്സർ ഇതൊക്കെ വറുത്തെടുത്തതിന് ശേഷം, അതായത് നമ്മൾ ആ മിക്സറിൻ്റെ മെയിൻ പാർട്ട്, അതേപോലെ തന്നെ നമ്മളെ കടല, പിന്നെ അതേപോലെ തന്നെ നമ്മളെ കറിവേപ്പില,
ഇതെല്ലാം വറുത്തെടുത്തതിന് ശേഷം ഇനി ഇതൊരു മിക്സിംഗ് ആണ്. ഇതിൻ്റെ ലാസ്റ്റ് പ്രോസസ്സാണ് ഇതിൻ്റെ ഇവിടെ നടക്കാൻ പോകുന്നത്. ഇത് 2-3 ലെയറായിട്ട് മാറ്റിയിട്ട് അതിനെ മിക്സ് ചെയ്തെടുക്കുക എന്നുള്ള പരിപാടിയാണ് ഇനിയിപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത്. ഇതാണ് ഇതിൻ്റെ ലാസ്റ്റ് ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതെങ്ങനെ മിക്സ് ചെയ്തെടുക്കുന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. പിന്നെ ഒരു ലെയർ കൂടി ആ മിക്സ്ചറിൻ്റെ ആ മെയിൻ പാർട്ട് ഒന്നുകൂടി അതിൻ്റെ മുകളിൽ ആഡ് ചെയ്തു. അതും അടുത്തൊരു ലെയറാക്കിയിട്ട് അതിനെ മാറ്റിയെടുക്കുകയാണ്. ഒരു ലെയറാക്കി എടുത്ത് അതിന് ശേഷമാണ് കറിവേപ്പില അതിൻ്റെ മുകളിലേക്ക് മൊത്തത്തിലൊന്ന് വിതറി അത് അടുത്തൊരു ലെയറാക്കിയിട്ട് മാറ്റുന്നത്. അതിൻ്റെ മുകളിൽ കറിവേപ്പില ഇടുകയാണ്. പിന്നെ ഒരു മിക്സിംഗ് ആണ് മൊത്തത്തിൽ. കാരണം ഇതിന് തന്നെയാണല്ലോ നമ്മൾ മിക്സർ എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ പേര് മിക്സറായിട്ട് മാറിയത് കേട്ടോ. ഇങ്ങനെ 2-3 കാര്യങ്ങൾ മിക്സാക്കി ഇട്ടതിന് ശേഷം അതിനെ മൊത്തത്തിലൊന്ന് അടിപൊളിയായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇതാണ് ലാസ്റ്റ് നടക്കുന്ന ഇതിൻ്റെ ഇവിടുത്തെ ഈ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്. നമ്മൾ ആദ്യത്തെ 2-3 ലെയർ ഉണ്ടല്ലോ, എല്ലാ ലെയറും കൂടിയിട്ട് ഇപ്പോൾ മൊത്തത്തിൽ മിക്സായി ഒരു പരുവായി മാറി. അവിടെ മിക്സാക്കി വെച്ച നമ്മളെ മിക്സർ ഇങ്ങോട്ടേക്ക് വന്ന് ഇവിടെ തന്നെയുള്ള പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തൂക്കി ഒപ്പിച്ചെടുക്കുക എന്നുള്ള കാര്യമാണ്. 225 ഗ്രാം എന്നുള്ള രീതിയിലാണ് ഇത് പാക്ക് ചെയ്തിട്ട് പോകുന്നത് കേട്ടോ. പിന്നെ ഇത് പാക്ക് ചെയ്തതിന് ശേഷം സീലിങ് ലാസ്റ്റ് പരിപാടി. സീലിംഗ് ആണ് ഇവിടെ നടക്കുന്നത്. ആ പാക്ക് ചെയ്തതൊക്കെ എടുത്ത് ഈ മെഷീനിൽ വെച്ചിട്ട് സീലിംഗ് മെഷീനിൽ വെച്ചിട്ട് അത് സീൽ ചെയ്തിട്ട് എങ്ങനെ ഇതിലേക്ക് വിടുകയാണ് ചെയ്യുന്നത്. വിനീതേട്ടാ, നമ്മൾ ഇനി ഇവിടുത്തെ ഒരു പയ്യോളിയുടെ ബാക്കിയുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി, പയ്യോളി തുടങ്ങിയതും ഈ മിക്സറിന്റെ യൂണിറ്റ് തുടങ്ങിയതും ഇതിനൊക്കെ കുറച്ചൊന്ന് അറിയണം എന്നൊരാഗ്രഹമുണ്ട്. ഇതിന്റെ നമ്മൾ ഓണറൊക്കെ ഒന്ന് അറിയണമെന്നുണ്ട്. ഇതിപ്പോ തുടങ്ങിയിട്ട് ഇപ്പൊ എത്ര വർഷമായി ശരിക്കും പയ്യോളി മിക്സർ? പയ്യോളി മിക്സർ എന്നുള്ളത് തുടങ്ങിയിട്ട് 2005-ലാണ് കോഴിയോടാണ് തുടങ്ങിയിരിക്കുന്നത്. അതായത് കോഴിയോട് ഞങ്ങളുടെ ഹെഡ് ഓഫീസ് ഇപ്പോൾ കോഴിയോടാണ്. കോഴിയോട് കണ്ണൂർ ജില്ലയിൽ ചാലാന്നുള്ള സ്ഥലം. പിന്നെ ഇവിടെ 2012-ലാണ് കൂത്തുപറമ്പില് തുടങ്ങി. കൂത്തുപറമ്പ് വലിയവെളിച്ചത് തുടങ്ങി 2012. എത്ര യൂണിറ്റ് ഉണ്ട് ഇപ്പം പയ്യോളി മിക്സർ? ഞങ്ങൾക്ക് വയനാട്ടിൽ ഒരു യൂണിറ്റ് കൂടിയുണ്ട്. 3 കമ്പനി ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട് മൊത്തത്തില്. ഓക്കെ, ഇതിന്റെ ഓണർ ആരാ ശരിക്കും? ഇതിന്റെ ഓണർ എന്ന് വെച്ചാൽ പയ്യോളി സ്വദേശായ നാണുവട്ടൻ എന്നുള്ള ആളാണ്. അത് ശരി. പയ്യോളി, അതുകൊണ്ട് പയ്യോളി എന്നുള്ള പേരിൽ ഇത് ഇറങ്ങിയതല്ല. അദ്ദേഹമാണ് ഇതിന് പയ്യോളി മിക്സറിന്റെ പേരിട്ടുള്ളത് അദ്ദേഹം. ഓക്കെ, അടിപൊളി. അപ്പൊ ഇത് പിന്നെ ഇതിന്റെ ഒത്തിരി കമ്പനികൾ ഈ പയ്യോളിക്ക് എതിരായിട്ട് പയ്യോളിന്റെ അതേപോലെ പേര് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ പയ്യോളി മിക്സർ എന്ന് പറഞ്ഞിട്ട് പല കമ്പനികളും ഇപ്പം വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ കുറെ അറിഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് ശരിക്കും അത് ഇപ്പം നിങ്ങൾക്ക് അതിന് വലിയ രീതിയിൽ പ്രയാസം ഉണ്ടാക്കുന്നുണ്ടോ, അല്ലാതെ അവരൊക്കെ ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ടോ നിലവില്? ശരിക്കും പറയുകയാണെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് ഇതിന് അനുകരണങ്ങൾ വന്നത് ഞങ്ങൾ കൂടുതൽ വിജയിക്കുകയാണ് ചെയ്തത്. അത് ശരി. കാരണം ഞങ്ങള് പിന്നെ ഈ സാധനങ്ങൾ തിരഞ്ഞെടുക്കുന്ന കാര്യമായാലും ക്വാളിറ്റിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യലില്ല. അത് കടലയാണെങ്കിലും കടലപ്പൊടിയാണെങ്കിലും നല്ല ഫസ്റ്റ് ക്വാളിറ്റി എടുത്ത് നല്ല രീതിയിൽ ഹൈജീൻ ആയിട്ടാണ് നമ്മളിവിടെ നിർമ്മിക്കുന്നത്. നിങ്ങൾ അത് കണ്ടിട്ടില്ല. ഓക്കെ, അടിപൊളി. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളൊരു വിജയം എന്ന് പറയുന്നത്. എല്ലാവർക്കും അത് നടക്കണമെന്നില്ലല്ലോ. ജനങ്ങളാണ് ഞങ്ങളെ വിജയിപ്പിച്ചത്. ജനങ്ങൾക്ക് ടേസ്റ്റ് തോന്നി
ജനങ്ങൾ അത് വിജയിപ്പിച്ചു. ഓക്കെ. എന്തായാലും ഞാനിപ്പോൾ നിങ്ങളെ, കാരണം നമുക്ക് മിക്സ്ചറിന്റെ ഒരു കമ്പനി എനിക്ക് ചെയ്യണമെന്നൊരു ആഗ്രഹം വന്നപ്പോൾ നിങ്ങൾ ഈ പയ്യോളി ചെയ്യണമെന്ന് വല്ലാത്തൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം പയ്യോളി അത് ഏറ്റവും കൂടുതൽ കേട്ട് കേൾവിയുള്ള ഒരു കമ്പനി, ഒരു ഫേമസ് ആയിട്ടൊരു കമ്പനി. അതുകൊണ്ട് തന്നെ നിങ്ങൾ നേരെ നിങ്ങളെ യൂണിറ്റിലേക്ക് തന്നെ വന്നത്, അത് ആളുകളിലേക്ക് എത്തിക്കണം ഒരു ആഗ്രഹത്തിലേക്ക് കൊണ്ടുവന്നത്. എന്തായാലും വന്നതിലും കണ്ടതിലും ഒക്കെ വളരെ സന്തോഷമുണ്ട്. ഓക്കെ, താങ്ക് യു. ഇത്രയും കാര്യങ്ങളാണ് പയ്യോളി മിക്സറിന്റെ കമ്പനിയിലുള്ള കാര്യങ്ങൾ. പറ്റുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്, അല്ല നാണുവാട്ടം ചെയ്യുന്ന അല്ലെങ്കിൽ ഈ ഒരു കമ്പനിയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്, വളരെ നല്ല രീതിയിൽ എല്ലാം ഉപയോഗിക്കുന്ന ഓരോ ഇൻഗ്രീഡിയൻസും പെർഫെക്റ്റ് ആയിട്ടുള്ള, അതായത് ഫസ്റ്റ് ക്വാളിറ്റിയുള്ള ഉൽപ്പന്നങ്ങളാണ് അല്ലെങ്കിൽ ഇൻഗ്രീഡിയൻസ് ആണ് അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഒരു കടലയിൽ പോലും വളരെ ശ്രദ്ധിച്ചിട്ടാണ് ഇവർ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് മറ്റുള്ള എത്ര ഫേക്ക് കമ്പനികളും ഈ പയ്യോളിൻ്റെ പേരിൽ വന്നിട്ടും അവരോട് പടപൊരുത്തി മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതും ആ ഒരു ക്വാളിറ്റിയുടെ ഒരു വലിയൊരു കാര്യം തന്നെയാണ്. മുന്നോട്ടും നല്ല രീതിയിൽ അത് കാര്യങ്ങൾ നീങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കണം. അതേപോലെ തന്നെ നാടോട്ടം ഇവിടെ ചെയ്യുന്ന കാര്യങ്ങൾ ഒത്തിരി നല്ല രീതിയിലുള്ള കാര്യങ്ങൾ, പൊതുപ്രവർത്തന രംഗത്ത് നല്ല രീതിയിലുള്ള കാര്യങ്ങൾ അദ്ദേഹം നാടിന് വേണ്ടിയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ മുന്നോട്ട് പോട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ വെച്ച് ഈ ഒരു വീഡിയോ നിർത്തുകയാണ്. അടുത്ത ദിവസം ഒരു അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരാം. ഓക്കെ, ബൈ.